നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ദുരൂഹ സാഹചര്യത്തിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ. അടൂർ കണ്ണംകോട് കോട്ടമുകൾ സ്വദേശി ഷെഹ്നയെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാരക ലഹരി ഗുളികകളുമായി യുവാവ് പിടിയിൽ. ഇരവിപുരം തെക്കുംഭാഗം സ്വദേശി ടിൻഡു സേവ്യർ ആണ് അറസ്റ്റിലായത്. 6220 ഗുളികകൾ പിടിച്ചെടുത്തു. ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ചാത്തന്നൂർ ചിറക്കഴത്താരം സ്വദേശി രാഹുലാണ് പിടിയിലായത്. റോഡരികിൽ ഉപഭോക്താവിനെ കാത്തു നിൽക്കുമ്പോഴാണ് അറസ്റ്റ്. ആര്യൻകാവിൽ എക്സൈസ് ചെക്ക് പോസ്റ്റ് വഴി നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കടത്തുന്നു. കാര്യമായ പരിശോധന നടത്താതെ ഉദ്യോഗസ്ഥർ. പണം വാങ്ങി വാഹനങ്ങൾ കടത്തിവിടുന്നെന്ന് ആക്ഷേപം. വിശദമായ വാർത്തകളിലേക്ക്. ദുരൂഹ സാഹചര്യത്തിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ. അടൂർ കണ്ണംകോട് കോട്ടമുകൾ സ്വദേശി ഷെഹ്നയെയാണ് വീടിനുള്ളിൽ സ്റ്റെയർകേസ് കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുരൂഹ സാഹചര്യത്തിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ആൺസുഹൃത്തായ ഏഴംകുളം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അടൂർ കണ്ണംകോട് കോട്ടമുകൾ ഷിനാസ് മൻസിലിൽ ഷെഹനയാണ് വീടിനുള്ളിലെ സ്റ്റെയർകേസിന്റെ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ വീട്ടിൽ നിന്ന് ബഹളം കേട്ട അയൽവാസി വിവരം വാർഡ് കൗൺസിലറെ അറിയിക്കുകയായിരുന്നു. കൗൺസിലർ വീട്ടിലെത്തിയപ്പോൾ ആൺസുഹൃത്ത് വീട്ടിലുണ്ടായിരുന്നു. വാർഡ് കൗൺസിലറാണ് പെൺകുട്ടി തൂങ്ങി മരിച്ച വിവരം പോലീസിനെ അറിയിച്ചത്. പോലീസ് എത്തിയപ്പോൾ യുവാവ് വീടിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ യുവാവിന്റെ ശരീരത്തിൽ രക്തം കണ്ടു. തുടർന്ന് കസ്റ്റഡിയിലെടുത്തു. ശാസ്ത്രീയ പരിശോധനയ്ക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് ഡിവൈഎസ്പി പ്രദീപ് കുമാർ പറഞ്ഞു. നമ്മൾ ഈ കേസിൽ 194 BNSS ആയിട്ട് അണ്ണാച്ചളുടെ പേര് കേസ് എടുത്തിട്ടുണ്ട്. കേസ് എടുത്തിട്ട് മരിച്ചത് 29 ദിവസമുള്ള സ്ത്രീയാണ്. പിന്നെ ഇത് ഹാങ്ങിങ് ആയിരിക്കുന്നതാണ് കണ്ടതാണ്. അപ്പോൾ നമ്മൾ സംഭവ സ്ഥലത്തുള്ള തെളിവുകളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ കുറച്ച് ബ്ലഡ് സ്റ്റെയിൻസും ഉണ്ട്. അപ്പോൾ അത് ഏത് സാഹചര്യത്തിൽ സംഭവിച്ചാണ് അപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടന്ന ശേഷം നമുക്ക് അറിയാൻ പറ്റും. കാസബ്ദത്തിന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ കാസബ്ദത്ത് അറിഞ്ഞാലേ നമുക്ക് കേസ് ഫർദറായിട്ട് മുന്നോട്ട് പോകും. അതേപോലെ ഈ സംഭവ സ്ഥലത്തിലുണ്ടായിരുന്ന ഒരു സസ്പെക്റ്റും കൂടി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന് മെഡിക്കൽ പരിശോധന നടത്തി നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്ന സംഭവത്തെ കുറിച്ച് അന്വേഷിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആഫ്റ്റർ പോസ്റ്റ്മോർട്ടം നമുക്ക് അറിയാൻ പറ്റും എന്ത് കാസബ്ദത്ത് എന്താ കാരണം അറിയാൻ പറ്റും. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ് ഷെഹന. കൊല്ലം സ്വദേശിയായ ഭർത്താവുമായി ഇവർ അകന്നു കഴിയുകയായിരുന്നു. ഷെഹന കുളനടയിലുള്ള സ്വകാര്യ ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. ഇന്നലെ ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവർ തമ്മിൽ ഒരു കപ്പിൾ ഉണ്ടായിരുന്ന ഒരു സസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ അത് നമുക്ക് ആഫ്റ്റർ പോസ്റ്റ്മോർട്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആഫ്റ്റർ പോസ്റ്റ്മോർട്ടം വി വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ എന്ത് കാസ് ഓഫ് ഡെത്ത്. പിന്നെ അതേപോലെ ബാക്കിയുള്ള നമ്മൾ കൂടുതൽ എവിഡൻസ് നമ്മൾ എടുത്തു വരുന്നുണ്ട്. സംഭവ സ്ഥലത്തിൻ്റെ എവിഡൻസ് എടുത്തു വരുന്നുണ്ട്. പ്രതിയെ നമ്മൾ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമ്മൾ പറയാം എന്താ സംഭവിച്ചത്. ന്യൂസ് ബ്യൂറോ, അടൂർ. ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്ക്. ചടയമംഗലം പോരേടം ചന്തമുക്കിലായിരുന്നു അപകടം. വിദ്യാർത്ഥിനിയെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചടയമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് തെറിച്ചു വീണാണ് വിദ്യാർത്ഥിനിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ചടയമംഗലം പോരേടം ചന്തമുക്കിലായിരുന്നു അപകടം.
AMS എന്ന സ്വകാര്യ ബസ്സിൽ നിന്നാണ് വിദ്യാർത്ഥിനി തെറിച്ചു വീണത്. അപകടത്തെ തുടർന്ന് നാട്ടുകാർ ഉടൻ രക്ഷാപ്രവർത്തനം നടത്തി. വിദ്യാർത്ഥിനിയെ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൂട്ടിക്കിടന്ന ഫാക്ടറിയിൽ മോഷണം, 2 പേർ അറസ്റ്റിൽ. നല്ലിലയിൽ പൂട്ടിക്കിടന്ന കാഷ്യൂ ഫാക്ടറിയിലാണ് മോഷണം നടത്തിയത്. ചേരിക്കോണം സ്വദേശികളായ ഷിബിലാൻ, മാഹീൻ എന്നിവരാണ് അറസ്റ്റിലായത്. 1.5 ലക്ഷം രൂപയോളം വില വരുന്ന സാധനങ്ങളാണ് അപഹരിച്ചത്. പൂട്ടിക്കിടന്ന കാഷ്യൂ ഫാക്ടറിയിൽ മോഷണം നടത്തിയ 2 പേരാണ് അറസ്റ്റിലായത്. തൃക്കോവിൽവട്ടം ചേരിക്കോണം ചിറയിൽ വീട്ടിൽ മാഹീൻ, ഷിബിലാൽ എന്നിവരാണ് കണ്ണനല്ലൂർ പോലീസിന്റെ പിടിയിലായത്. നല്ലിലയിൽ പൂട്ടിക്കിടക്കുകയായിരുന്ന കാഷ്യൂ ഫാക്ടറിയിലെ അലുമിനിയം റൂഫിംഗ് ഷീറ്റുകൾ, കോപ്പർ വയറുകൾ, വാഴക്കുലകൾ എന്നിവയുൾപ്പെടെ 1.5 ലക്ഷം രൂപയോളം വില വരുന്ന സാധനങ്ങളാണ് അപഹരിച്ചത്. കഴിഞ്ഞ മാസം 20-ന് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. മോഷണം, അക്രമം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് മാഹീൻ എന്ന് പോലീസ് പറഞ്ഞു. കണ്ണനല്ലൂർ SI സ്വാതിയുടെ നേതൃത്വത്തിൽ SI റെനോക്സ്, CPOമാരായ നജുമുദ്ദീൻ, ജിഷ്ണു, അജിൻ, പ്രമോദ്, രാജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇരുവരെയും പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മാരക ലഹരി ഗുളികയുമായി യുവാവ് പിടിയിൽ. ഇരവിപുരം തെക്കുംഭാഗം സ്വദേശി ടിൻഡു സേവ്യറാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. 6220 ഗുളികകൾ പിടിച്ചെടുത്തു. ഇരവിപുരം തെക്കുംഭാഗം ആറ്റുകാൽ പുതുവൽ വീട്ടിൽ ടിൻഡു സേവ്യറാണ് 6220 ഗുളികകളുമായി പിടിയിലായത്. എക്സൈസ് വകുപ്പ് നടത്തിവരുന്ന ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് തിങ്കളാഴ്ച വാളത്തുങ്കൽ ഗുരുമന്ദിരം ജംഗ്ഷനിലുള്ള ഇടറോഡിൽ വെച്ച് ടിൻഡുവിനെ പിടികൂടിയത്. ഉറക്കക്കുറവിനും വേദന സംഹാരിയായും ഡോക്ടർമാരുടെ കർശന നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്ന ഗുളികകളാണിത്. തണ്ടറിന്റെ ഭാഗമായി കൊല്ലത്ത് എക്സൈസ് വ്യാപകമായ മയക്കുമരുന്ന് കേസുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം റേഞ്ച് ഇൻസ്പെക്ടർ P. ശങ്കറിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇരവിപുരം ഭാഗത്ത് നിന്ന് 6400 ടൈഡോൾ ടാബ്ലറ്റുകൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ 20 നൈട്രോസെബൻ ടാബ്ലറ്റുകളും കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതൊരു മയക്കുമരുന്നായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് കൊല്ലം ജില്ലയിൽ ടൈഡോൾ ടാബ്ലറ്റ് വ്യാപകമായി ഉപയോഗിച്ച് വരുന്നതായിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ഞങ്ങളുടെ ഹോട്ട്സ്പോട്ടുകളുണ്ട്. ആ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷൻ്റെ ബേസിസിലാണ് ഇങ്ങനെ കേസുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ ടാബ്ലറ്റ് ഒരു ദിവസം ഒരു ടാബ്ലറ്റിന് 300 രൂപ വരെ ഇവർ ഈടാക്കുന്നുണ്ട്. ഇത് ഹോൾസെയിലായിട്ട് 15 ലക്ഷവും അത് റീറ്റെയിലായിട്ട് 25 ലക്ഷം രൂപയാണ് ഈടാക്കുന്നത്. അങ്ങനെ ഈ അടുത്ത കാലത്തായിട്ട് വൻതോതിൽ ടൈഡോൾ ടാബ്ലറ്റുകൾ വ്യാപകമായി ഇവിടെ കച്ചവടം നടത്തുന്നതായിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ, ഞങ്ങളുടെ ഇൻ്റലിജൻസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. നമ്മുടെ കേരളത്തിൽ നിന്നല്ല ഇത് വരുന്നതെന്നാണ് ആദ്യം മനസ്സിലാക്കിയത്. ഇത് ബോംബെയിൽ നിന്ന്, ഇതിൻ്റെ ഹോൾസെയിലായിട്ട് ബോംബെയിൽ നിന്ന് കൊണ്ടുവരികയും ഇതിനിടയിൽ ഇടനിലക്കാർ ഒരുപാട് പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ എക്സൈസ് ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരായിട്ട് വൻ വേട്ട തന്നെ നടത്തുന്നതായിരിക്കും. കൊല്ലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ P. ശങ്കർ, സിവിൽ എക്സൈസ് ഓഫീസർ S. സാലിം, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രുതി ചന്ദ്രൻ, ഓഫീസർമാരായ B. ഷെഫീഖ്, ദിലീപ് കുമാർ, മിനേഷ്യസ് R, S. ബിനുലാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം കഞ്ചാവ് ചെടി കണ്ടെത്തി. യാത്രക്കാരൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. അയത്തിലേക്കുള്ള ബസ് സ്റ്റോപ്പിന് സമീപമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപം അയത്തിലേക്കുള്ള ബസ് സ്റ്റോപ്പിന് സമീപമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 45 സെന്റിമീറ്ററോളം ഉയരമുള്ള ശാഖകൾ ഉണ്ടായിരുന്ന ചെടിയാണ് കണ്ടെടുത്തത്. യാത്രക്കാരൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ രാത്രി പരിശോധന നടത്തിയത്. കഞ്ചാവ് ഉപയോഗിച്ചവരിൽ നിന്ന് അരി വീണ് കിളിർത്തതെന്നാണ് എക്സൈസിന്റെ നിഗമനം. എക്സൈസ് ഇൻസ്പെക്ടർ രഘുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളിയിൽ ഹോട്ടലിൽ യുവാവിന്റെ അതിക്രമം. മന്തിക്കട അടിച്ചു തകർത്തു. കരുനാഗപ്പള്ളിയിലെ മന്തി മൻസിലിന് നേരെയാണ് അക്രമം നടന്നത്. സംഭവത്തിൽ തേവലക്കര സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരിക്ക് അടിമപ്പെട്ടാണ് യുവാവ് അക്രമം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കരുനാഗപ്പള്ളി മന്തി മൻസിലിൽ യുവാവിന്റെ അതിക്രമമുണ്ടായത്. മന്തി ഹോട്ടൽ അടിച്ചു തകർത്ത യുവാവ് പോലീസിന്റെ പിടിയിലായി. തേവലക്കര സ്വദേശി അജ്മലിനെയാണ്
ഹോട്ടൽ ഉടമയുടെ പരാതിയിൽ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം മന്തി വാങ്ങിയത് കുറഞ്ഞു പോയതാണ് അക്രമത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. ഇതേസമയം ലഹരിക്ക് അടിമപ്പെട്ടാണ് പ്രതി അക്രമം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ഹോട്ടലിന് മുന്നിലെത്തിയ ഇയാൾ പെട്ടെന്ന് അക്രമാസക്തനാവുകയും കടയുടെ മുൻഭാഗത്തെ ഗ്ലാസുകൾ പൂർണ്ണമായും അടിച്ചു തകർക്കുകയുമായിരുന്നു. ആക്രമണം തടയാൻ ശ്രമിച്ച ഹോട്ടൽ ജീവനക്കാരെയും സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാരെയും ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു. തുടർന്ന് നാട്ടുകാർ ഇയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചതോടെ സമീപത്തുണ്ടായിരുന്ന ഇരുമ്പ് കമ്പിയും പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന്റെ ഹെൽമെറ്റും ഉപയോഗിച്ച് ഇയാൾ ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കരുനാഗപ്പള്ളി പോലീസ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. സൗണ്ട് ഇട്ട് വരും, നമ്മുടെ പുറത്തിരിക്കായിരുന്നു. സൗണ്ട് ഇട്ടപ്പോൾ ആള് വന്നിട്ട് മൊത്തത്തിൽ അടിച്ച് പൊളിച്ചു. റീസണൊന്നുമില്ല, ഷോപ്പിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ആള് അങ്ങനെ എന്തോ പറഞ്ഞു, ഫുഡിന് എന്തോ കേസ് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഷോപ്പിലേക്ക് ഒന്നും വന്നിട്ടില്ല. റീസൺ എന്താ പോലും നമുക്കറിയില്ല. ആളെ നേരെ വന്നു, ചവിട്ടുന്നു, പൊളിക്കുന്നു, മൊത്തത്തിൽ പൊളിച്ചിട്ട് നിങ്ങൾ കണ്ടല്ലോ. വിഷ്വല് കുറച്ച് പുറത്ത് പോയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. റീസൺ എന്താ ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. 52 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ചാത്തന്നൂർ ചിറക്കരത്താഴം സ്വദേശി രാഹുലാണ് പിടിയിലായത്. സിറ്റി ഡാൻസ് ഓഫ് ടീമും പോലീസും നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. റോഡരികിൽ ഉപഭോക്താവിനെ കാത്തു നിൽക്കുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. ലക്ഷങ്ങൾ വില വരുന്ന MDMA-യുമായാണ് രാസലഹരി മൊത്തക്കച്ചവടക്കാരൻ ചിറക്കരയിൽ പിടിയിലായത്. ചിറക്കരത്താഴം വാഴവിള രാഹുൽ നിവാസിൽ രാഹുലാണ് കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമിന്റെയും പാരിപ്പള്ളി പോലീസിന്റെയും സംയുക്ത നീക്കത്തിൽ പിടിയിലായത്. ഇയാളിൽ നിന്ന് 51.59 ഗ്രാം MDMA പിടിച്ചെടുത്തു. തിങ്കളാഴ്ച രാത്രി ചിറക്കര വാഴവിള ജംഗ്ഷനിൽ നിന്ന് ചിറക്കര താഴത്തേക്ക് പോകുന്ന വഴിയിൽ പ്രതിയുടെ വീടിന് സമീപം വെച്ചായിരുന്നു അറസ്റ്റ്. റോഡരികിൽ ഫോൺ വിളിച്ച് ഉപഭോക്താവിനെ കാത്തു നിൽക്കുകയായിരുന്ന രാഹുലിനെ ഡാൻസ് ഓഫ് സംഘം വളയുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ മുണ്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന നിലയിലാണ് MDMA കണ്ടെടുത്തത്. ദീർഘനാളായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവും രാസലഹരിയും വിൽപ്പന നടത്തി വരികയായിരുന്ന രാഹുൽ ആദ്യമായാണ് പോലീസ് പിടിയിലാകുന്നത്. കിളികൊള്ളൂർ, മയ്യനാട്, ചാത്തന്നൂർ, കണ്ണനല്ലൂർ, പാരിപ്പള്ളി മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ കച്ചവടം. ബംഗളൂരുവിൽ നിന്നുള്ള ഇടനിലക്കാർ വഴിയാണ് കേരളത്തിലേക്ക് ലഹരിമരുന്ന് എത്തിച്ചിരുന്നതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചാത്തന്നൂർ. നവീകരണം കഴിഞ്ഞിട്ടും തുറന്നു നൽകാതെ മുസാവരി ബംഗ്ലാവ്. അധികൃതരുടെ അനാസ്ഥ മൂലം ഈ പൈതൃക സ്മാരകം നാശം നേരിടുകയാണ്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് മുസാവരി ബംഗ്ലാവ്. പുനലൂരിന്റെ ചരിത്ര സ്മാരകമാണ് മുസാവരി ബംഗ്ലാവ്. നവീകരണ ജോലികൾ പൂർത്തീകരിച്ചിട്ടും ഇത് തുറന്നു നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല. കോടികൾ വിലമതിക്കുന്ന ഭൂമിയും ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിച്ച ചരിത്ര സ്മാരകവും ഇന്ന് നാഥനില്ലാ കളരിയാണ്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ ചരിത്ര മന്ദിരം പുനലൂരിലെ തൂക്കുപാലത്തേക്കാൾ പഴക്കമേറിയതാണെന്നാണ് ചരിത്രം പറയുന്നത്. കാലപ്പഴക്കത്താൽ തകർച്ചയുടെ വക്കിലായ മുസാവരി സ്മാരകത്തിന്റെ നവീകരണത്തിന് മുൻ MLA PS സുബാലിന്റെ ഇടപെടലിലൂടെയാണ് നവീകരണ ഫണ്ട് അനുവദിച്ചത്. 24.6 ലക്ഷം രൂപയായിരുന്നു നവീകരണത്തിന് അനുവദിച്ചത്. തറയോടുകൾ പാകൽ, പ്ലംബിംഗ്, വൈദ്യുതീകരണം, പെയിന്റിംഗ് തുടങ്ങി എല്ലാ ജോലികളും പൂർത്തിയാക്കി കെട്ടിടം ആകർഷകമാക്കി മാറ്റിയിരുന്നു. നിർമ്മാണം തീരുന്ന മുറയ്ക്ക് ബംഗ്ലാവ് തുറന്നു നൽകുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും തുടർ നടപടികൾ ചുവപ്പ് നാടയിൽ കുടുങ്ങി. പൈതൃക മ്യൂസിയമാക്കി മാറ്റുമെന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം. എന്നാൽ നവീകരണം കഴിഞ്ഞിട്ടും മുസാവരി ബംഗ്ലാവ് അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ ഒഴിവാക്കി ബംഗ്ലാവ് തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമാണ്. MLA വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചവറയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യം. നീണ്ടകര, തെക്കുംഭാഗം എന്നിവിടങ്ങളിലും പന്നിയെ കണ്ടതോടെ ജനങ്ങളിൽ ആശങ്ക ഉയർന്നിട്ടുണ്ട്. ചവറയിലെ തീരദേശ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ കാട്ടുപന്നിയെ കണ്ടതോടെയാണ് ജനങ്ങൾ ആശങ്കയിലായിട്ടുള്ളത്. നടുവത്തുചേരി കാരണക്കിഴക്കേതിൽ ഹരീഷ് കുമാറിന്റെ വീട്ടുമുറ്റത്ത് രാത്രിയിലും നടക്കാവ് SBIക്ക് മുന്നിൽ പുലർച്ചെയുമാണ് പന്നിയെ കണ്ടത്. അടുത്തിടെ ചവറ ഗ്രാമപഞ്ചായത്തിൽ താന്നിമൂട്, പയ്യലക്കാവ് എന്നിവിടങ്ങളിൽ 2 സ്ത്രീകൾക്ക് പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. കൂന്നി ഡിവിഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഫൈസ് ജലാലുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു.
പന്മന പഞ്ചായത്തിൽ ഉപദ്രവകാരികളായ 5 പന്നികളെ കൊല്ലാൻ പഞ്ചായത്ത് ഉത്തരവിറക്കിയിരുന്നു. ഒരെണ്ണത്തിനെയാണ് വെടിവെച്ചു കൊന്നത്. കഴിഞ്ഞ ദിവസം നെറ്റിയാട്ട്, മുല്ലക്കേരി, മിടാപ്പള്ളി ഭാഗങ്ങളിൽ വീണ്ടും പന്നികളെ കണ്ടതോടെ നാട്ടുകാരിൽ ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരും പ്രഭാത സവാരി നടത്തുന്നവരും ഉൾപ്പെടെ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പന്മന മിടാപ്പള്ളിയിൽ അക്രമകാരിയായ പന്നിയെ വെടിവെച്ചു കൊന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. ആര്യൻകാവിൽ എക്സൈസ് ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം പടിയിലൊതുങ്ങുന്നു. നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കടത്തുന്നത് പ്രധാനമായും ആര്യൻകാവ് വഴിയാണ്. ഇവിടെ ഉദ്യോഗസ്ഥർ കാര്യമായ പരിശോധന നടത്താറില്ല. പലപ്പോഴും പണം വാങ്ങി വാഹനങ്ങൾ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. പരാതി ഉയരുമ്പോൾ മാത്രമാണ് പേരിന് പരിശോധന നടത്തുന്നത്. പച്ചക്കറി കൊല്ലം ജില്ലയിൽ ആര്യങ്കാവിലും അച്ചൻകോവിലുമാണ് എക്സൈസിന് ചെക്ക് പോസ്റ്റ് ഉള്ളത്. ആര്യങ്കാവ് വഴി ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകുന്നത്. കേരളത്തിലേക്ക് വരുന്ന വാഹനങ്ങളിൽ എന്താണ് കൊണ്ടുവരുന്നത് എന്ന് നോക്കാൻ പോലും പലപ്പോഴും ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. പടി വാങ്ങി വാഹനങ്ങൾ കടത്തിവിടുകയാണ് കാലങ്ങളായി തുടരുന്ന പതിവ്. പരാതികൾ ഉയരുമ്പോൾ പേരിന് വേണ്ടി പരിശോധന നടത്തുന്നു എന്ന് മാത്രം. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ആര്യങ്കാവ് വഴി എത്തുന്ന വാഹനങ്ങളിൽ ഭൂരിഭാഗവും ചരക്കു വാഹനങ്ങളാണ്. തൂത്തുക്കുടി ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളിൽ നിന്നും ഇറക്കുമതി സാധനങ്ങളുമായി കണ്ടെയ്നറുകളും കടന്നു വരുന്നുണ്ട്. ഈ വാഹനങ്ങളിൽ എന്താണ് കൊണ്ടുപോകുന്നതെന്ന് പോലും ചോദിക്കാതെ വാഹനത്തിലുള്ളവർ നീട്ടുന്ന നോട്ട് വാങ്ങി നിർബാധം കടത്തിവിടുകയാണ്. സംസ്ഥാനത്തേക്ക് നിരോധിത ലഹരി വസ്തുക്കൾ കടത്തിക്കൊണ്ടുവരുന്ന പ്രധാന ചെക്ക് പോസ്റ്റ് ആണ് ആര്യങ്കാവിലേത്. നേരത്തെ സ്പിരിറ്റ് ലോബിയുടെ ഇഷ്ട ചെക്ക് പോസ്റ്റ് ആയിരുന്നു ഇത്. സ്പിരിറ്റ് കടത്ത് കുറഞ്ഞതോടെ കഞ്ചാവ് ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ നിർബാധം കൊണ്ടുവരുന്ന സ്ഥിതിയാണ്. ദേശീയപാതയോരത്ത് കണ്ടെയ്നറിലാണ് ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം. 20ഓളം ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്കാകട്ടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. പരിമിതമായ പഴഞ്ചൻ പരിശോധനാ സംവിധാനങ്ങളാണ് ഉള്ളത്. മഴയായാൽ പുറത്തിറങ്ങി നിന്ന് വാഹനങ്ങൾ പരിശോധിക്കുന്നത് ദുഷ്കരമാണ്. ചരക്കുമായി വരുന്ന വാഹനങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ സംവിധാനമില്ല. ഇത് മുതലെടുത്ത കടത്തു സംഘം ലഹരി സാധനങ്ങൾ കടത്തുക പതിവാണ്. ഋഷിരാജ് സിംഗ് എക്സൈസ് കമ്മീഷണറായിരുന്നപ്പോൾ മതിയായ പരിശോധനാ സംവിധാനം ഒരുക്കാൻ റിപ്പോർട്ട് നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പരിശോധനാ സംവിധാനങ്ങളുടെ അപര്യാപ്തത മുതലെടുത്താണ് ജീവനക്കാർ പലപ്പോഴും കൈക്കൂലി വാങ്ങി വാഹനങ്ങൾ കടത്തിവിടുന്നത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. വിയറ്റ്നാമിലെ ബോട്ടപകടം. മലയാളി ദമ്പതികളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ബുധനാഴ്ച കൊട്ടാരക്കര മാർത്തോമ പള്ളിയിൽ സംസ്കാരം നടക്കും. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹമാണ് നാട്ടിലെത്തിച്ചത്. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം ഉച്ചയ്ക്ക് മുമ്പായി കൊട്ടാരക്കരയിൽ എത്തിച്ചു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റി. ബുധനാഴ്ച രാവിലെ 10 മുതൽ ജൂബിലി മന്ദിര ചാപ്പലിൽ പൊതുദർശനം നടക്കും. ഉച്ച കഴിഞ്ഞ് 3-ന് ശുശ്രൂഷകൾ ആരംഭിക്കും. 3:30യോടെ കൊട്ടാരക്കര മർത്തോമ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ മാസം 7-നാണ് വിക്ടറി വ്യവസായി ഗ്രൂപ്പ് ഉടമയായ AC തോമസും ഭാര്യ ലോവേനി തോമസും 32-അംഗ സംഘത്തോടൊപ്പം മൊബൈൽ കമ്പനിയുടെ ടൂർ പാക്കേജിന്റെ ഭാഗമായി വിയറ്റ്നാമിലേക്ക് വിനോദയാത്ര പോയത്. അപകടത്തിൽ മലയാളി ദമ്പതികൾ ഉൾപ്പെടെ 15 പേരാണ് മരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ദുരൂഹ സാഹചര്യത്തിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ. അടൂർ കണ്ണംകോട് കോട്ടമുകൾ സ്വദേശി ഷെഹ്നയെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാരക ലഹരി ഗുളികകളുമായി യുവാവ് പിടിയിൽ. ഇരവിപുരം തെക്കുംഭാഗം സ്വദേശി ടിൻഡു സേവ്യർ ആണ് അറസ്റ്റിലായത്. 6220 ഗുളികകൾ പിടിച്ചെടുത്തു. ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ചാത്തന്നൂർ ചിറക്കഴത്താരം സ്വദേശി രാഹുലാണ് പിടിയിലായത്. റോഡരികിൽ ഉപഭോക്താവിനെ കാത്തു നിൽക്കുമ്പോഴാണ് അറസ്റ്റ്. ആര്യൻകാവിൽ എക്സൈസ് ചെക്ക് പോസ്റ്റ് വഴി നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കടത്തുന്നു.
കാര്യമായ പരിശോധന നടത്താതെ ഉദ്യോഗസ്ഥർ പണം വാങ്ങി വാഹനങ്ങൾ കടത്തിവിടുന്നെന്ന് ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.